മനുഷ്യരെ പോലെ എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കുന്ന ചൈനീസ് നിർമ്മിതിയായ ഹ്യൂമനോയിഡ് റോബോട്ടുകളാണ് ഇപ്പോൾ ആഗോളതലത്തിലെ പ്രധാന ചർച്ച. ചൈനീസ് സ്പ്രിംഗ് ഫെസ്റ്റിവൽ ഗാലയിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ മിന്നും പ്രകടനം ലോകവിപണിയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. ചൈനീസ് കമ്പനിയായ അഗിബോട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമനോയിഡ് റോബോട്ട് നിർമ്മാതാക്കളായി മാറിയിരിക്കുകയാണ്. കേവലം പ്രദർശന വസ്തുക്കൾ എന്നതിലുപരി വിദ്യാഭ്യാസം, ഗവേഷണം എന്നീ മേഖലകളിലും അഗിബോട്ടിന്റെ റോബോട്ടുകളുടെ സാന്നിധ്യം ഇന്ന് സജീവമാണ്. സ്പ്രിംഗ് ഫെസ്റ്റിവൽ കാല പൂർത്തിയായി 2 മണിക്കൂറിനകം ലോകമെമ്പാടും ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്കായുള്ള ഓൺലൈൻ തിരച്ചിൽ 300% വർദ്ധിച്ചത്. നിലവിൽ ഡാറ്റാ ശേഖരണം, പ്രദർശനങ്ങൾ, ഗവേഷണം എന്നീ മേഖലകളിലാണ് റോബോട്ടുകളെ പ്രധാനമായും ഉപയോഗിക്കുന്നത്. എന്നാൽ വരും വർഷങ്ങളിൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി ഈ യന്ത്രമനുഷ്യന്മാർ മാറുമെന്നാണ് ചൈനീസ് ഗവേഷകർ പറയുന്നത്. ചെലവ് കുറഞ്ഞ സുരക്ഷിതമായ റോബോട്ടുകളെ വിപണിയിൽ എത്തിക്കാനുള്ള മത്സരത്തിലാണ് ഇപ്പോൾ ചൈനീസ് കമ്പനികൾ. ഇന്റർനാഷണൽ ഡാറ്റ കോർപ്പറേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 മാത്രം ലോകമെമ്പാടും 18,000 ഹ്യൂമനോയിഡ് റോബോട്ടുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വൻ വർധനവാണിത്. കഴിഞ്ഞ വർഷം മാത്രമായി ഈ മേഖലയിൽ നിന്നുള്ള ആഗോള വരുമാനം $440 ദശലക്ഷം ആണ്. വരും വർഷങ്ങളിൽ റോബോട്ടുകൾ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകും എന്നതിൽ സംശയമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.